നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും അതിലൂടെ നമ്മൾ ഒരു ലക്ഷ്യം വയ്ക്കുകയും ചെയ്തു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം. പക്ഷേ വികസിത ഭാരതം 2047 നമുക്ക് എത്താൻ കഴിയുമോ? 1. അഴിമതി തുടച്ചു നീക്കണം. 2. ധൂർത്ത് കുറയ്ക്കണം. 3. വിവേചനം മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു. 1. പട്ടിണി മുക്ത ഭാരതം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കണം. എല്ലാ വ്യക്തികളും അതുപോലെ തന്നെ എല്ലാ കുടുംബത്തിലും വികസനം എത്തിക്കണം. സാമ്പത്തികമായിട്ട് രാജ്യം വളരണം. സൈനികമായിട്ട് നമ്മൾ വളരണം. അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ, നീതി അവർക്ക് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ഈ ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഉചിതമായ വളർച്ചയ്ക്കുള്ള എല്ലാ സംവിധാനം ഒരുക്കേണ്ടിയിരിക്കുന്നു. യുവതികൾ അവരുടെ വളർച്ചയ്ക്കും വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ, അവർക്കും മാറ്റങ്ങൾ ഉണ്ടാവണം. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകൾ അങ്ങനെയുള്ള മേഖലയിൽ അവരെ മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ, അവർക്കും ഈ പങ്കാളിത്തത്തിൽ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കർഷകർ. അപ്പോൾ ഈ മേഖലയിലെല്ലാം എല്ലാ മേഖലയിലും എത്തിപ്പെടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മൾ 3-ാം ഘട്ടത്തിലേക്ക് എടുക്കുകയാണ്. എല്ലാ ആളുകൾക്കും തൊഴിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു തൊഴിൽ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പഠിക്കാൻ കഴിയുമ്പോഴുള്ള എല്ലാ ആൾക്കാർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വീടെന്ന ലക്ഷ്യം, നമ്മൾ എല്ലാ ആൾക്കാർക്കും വീടെന്ന ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ധനസഹായം, അതുപോലെ തന്നെ ഭക്ഷണം, ആരോഗ്യം, ഇതെല്ലാം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജലലഭ്യത, ജലസംരക്ഷണം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. റോഡുകളുടെ അവസ്ഥ, റോഡുകളെല്ലാം നന്നാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി എല്ലാ മേഖലയിലും എത്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് തുല്യ അവകാശം, തുല്യനീതി, ഇത് ഉറപ്പാക്കുക. ഈ ലക്ഷ്യം എത്തണമെങ്കിൽ ഓരോ വ്യക്തിയിലും കുടുംബത്തിലും ചെന്ന് അത് രേഖപ്പെടുത്തി അവർക്ക് ഇത് ഉറപ്പായി എന്നുള്ള ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വികസിത ഭാരതത്തിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. രാജ്യത്തെ ജനങ്ങളെയും ശക്തമായി സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചേ മതിയാവും. ഈ സ്വാതന്ത്ര്യദിനം അതിലേക്കുള്ള ഒരു യാത്രയാവട്ടെ. നമുക്കെല്ലാവർക്കും ആ യാത്രയിൽ പങ്കുചേരാം.